ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ എന്നോടൊരു ഡോറ കേക്കാണ് കേട്ടോ കൊണ്ടുവന്ന ചോക്ലേറ്റ് ഡോറ കേക്ക്. നല്ല ടേസ്റ്റാണ്, മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ് കേട്ടോ. ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും. അപ്പോൾ ഇതും ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ആയതുകൊണ്ട് വളരെ ഇഷ്ടപ്പെട്ടൊരു ടേസ്റ്റാണ്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഓവനൊന്നും ഇല്ലാണ്ട് തന്നെ ഇതുണ്ടാക്കിയെടുക്കാം കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടമാവുന്നൊരു ടേസ്റ്റാണ്. ഇപ്പം സ്കൂൾ പൂട്ടിയപ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇത് ഡോറ കേക്കിൻ്റെ ഉള്ളിലുള്ള ക്രീം ഉണ്ടാക്കാനുള്ള ഇതാണ് കേട്ടോ. ആദ്യമായിട്ട് ഞാൻ ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ക്രീം വേണോ അതിനനുസരിച്ച് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു കപ്പ് പാല്, പിന്നെ ഒരു അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ. നന്നായിട്ട് പഞ്ചസാര നമ്മൾ മിക്സിയിലിട്ടിട്ട് പൊടിച്ചത്. ഒരു അരക്കപ്പോളം, ഒരു കപ്പിന് അരക്കപ്പോളം പഞ്ചസാര വേണം. അപ്പോൾ കറക്റ്റായിട്ട് മധുരം ഉണ്ടാവും. പിന്നെ കുറച്ച് കൊക്കോ പൗഡർ, ഒരു 1.5 ടീസ്പൂണ് കൊക്കോ പൗഡർ. എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും കേട്ടോ കൊക്കോ പൗഡർ. അതും കൂടി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലിട്ട് കൊടുത്തപ്പോൾ ഒന്ന് കട്ട ആയ പോലെ ഉണ്ട്. കുറച്ച് നേരം ഇളക്കി കഴിഞ്ഞാൽ അത് റെഡിയാവും. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊക്കോ പൗഡർ ലേശ പാലിൽ ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ ആ കട്ടകെട്ടൽ തീരെ ഉണ്ടാവില്ല. അപ്പോൾ ഇത് ചൂടുള്ള പാലിൽ നമ്മൾ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട കെട്ടിയ പോലെ ആയിട്ടുണ്ട്. കുറച്ച് താമസമാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് കട്ട അടഞ്ഞിങ്ങനെ ഉടഞ്ഞ് വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കൊക്കോ പൗഡർ കുറച്ച് പാലിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കോൺഫ്ലവറും അതുപോലെ ഞാൻ അതിൽ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്താണ്. അതും ഇതുപോലെ നിങ്ങൾ കുറച്ച് പാലിൽ ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചാൽ മതി കേട്ടോ. അതും ഇതുപോലെ ചൂടുള്ള പാലിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ കോൺഫ്ലവറും ഒന്ന് കട്ട പോലെ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നന്നായിട്ട് ഒന്ന് ഇളക്കി വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ബട്ടറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം നമുക്ക് ഉള്ളിൽ വെക്കുന്ന ആ ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ക്രീം. നല്ല ചോക്ലേറ്റിൻ്റെയും ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് കോൺഫ്ലവർ ഇട്ടത് കാരണം നമുക്കൊന്ന് കുറുക്കി കിട്ടും. നല്ല കുറുകി ഇതുപോലെ നന്നായിട്ടൊന്ന് ആ ഉള്ളിലുള്ള ആ പേസ്റ്റ് വെക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇത് മെൽറ്റ് ആവുന്ന വരെ, ബട്ടറൊന്ന് മെൽറ്റ് ആവുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടിത് ഇവിടെ കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ഡോറ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാം. അതിൻ്റെ മുന്നേ നമുക്ക് ഈ ചോക്ലേറ്റിൻ്റെ ഈ ഇതുണ്ടല്ലോ ഉള്ളിലുള്ള ഫില്ലിങ്, അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഞാനിതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഞാനൊരു ബൗളിലെടുത്തിട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് കുട്ടികൾക്ക് ചപ്പാത്തിയോ അല്ലെങ്കിൽ ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ ഇത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും ചപ്പാത്തിയൊക്കെ കഴിക്കാൻ, ചെറിയ മക്കളൊക്കെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ കൊടുക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇനി അടുത്തത് നമുക്ക് ഡോറ കേക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഇത്ര ഒരു കട്ടി മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇപ്പോൾ ഇവിടെ ഈ കേക്കിന് മാത്രം ആവശ്യമുള്ള മാത്രമേ ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. ഒരു അരിപ്പ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. മൈദപ്പൊടിയാണ് എടുത്തത്. അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 കപ്പ് പഞ്ചസാര, കുറച്ച് മധുരം വേണം അതിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര, പിന്നെ 1/2 കപ്പ് പാൽപ്പൊടിയാണ് കേട്ടോ. കുറച്ച് പാൽപ്പൊടി, നമ്മൾ സാധാരണ പാൽപ്പൊടി ഇല്ലേ ആ പാൽപ്പൊടി, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് കൊക്കോ പൗഡറാണ്. നമ്മൾ നേരത്തെ എടുത്ത കൊക്കോ പൗഡർ തന്നെയാണ്. അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഒരു 1/2 കപ്പോളം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു നുള്ള് ബേക്കിംഗ് സോഡ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ പൊടി നന്നായിട്ടൊന്ന് തരിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് അരിച്ച് എടുക്കണം. ഞങ്ങൾ അരിക്കാന്ന് കേട്ടോ പറയുക, ചില സൈഡിൽ അരിക്കാന്നൊക്കെ പറയും. അപ്പോൾ അരിപ്പേര് വെച്ച് നന്നായിട്ടൊന്ന് ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് ഈ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ പൊടിച്ചത് കാരണം ചിലപ്പോൾ പഞ്ചസാരേൻ്റെ തരിയോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിത് അതുപോലെ പൊടിച്ചപ്പോൾ കുറച്ച് പഞ്ചസാരേൻ്റെ തരിയായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ച് ഇനി നമുക്ക് കുറച്ച് കാപ്പിപ്പൊടിയാണ് കേട്ടോ ഇടുന്നത്. കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ പൊടി നന്നായിട്ടൊന്ന് ഇളക്കി പിന്നെ കുറച്ച് പാലൊഴിച്ചിട്ട് ഈ മാവ് ഒന്ന് റെഡിയാക്കണം. അതിന് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് ലൂസാവരുത്. അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബാറ്റർ ഞാൻ കുറേശ്ശെ പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കുക. ആവശ്യത്തിന് മാത്രം പാലൊഴിക്കുക കേട്ടോ. ഒരു വിസ്കോ സ്പൂണോ വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ടത് നല്ല ലൂസായിട്ട് വരും. നമ്മൾ ദോശമാവിനേക്കാൾ ഒന്നും കൂടി കട്ടി വേണം. ദോശമാവിൻ്റെ അത്ര ലൂസ് വേണ്ട. അപ്പോൾ ഒന്ന് കട്ടിയിൽ കുറേശ്ശെ പാലൊഴിച്ചിട്ട് ഞാനൊന്ന് ഇത് മുഴുവൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്.
കട്ട ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതുപോലെ ആയി കിട്ടിയാൽ മതി. അപ്പോൾ നമുക്കിവിടെ ബാറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പണിയുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ദോശക്കല്ല് വെച്ചിട്ടാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഓവനൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് ഒഴിച്ച് റെഡി ആയിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് പഞ്ചസാര, ഞങ്ങൾക്കൊരു മധുരം പോരാന്ന് തോന്നി, അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മധുരം ഇട്ടു. നേരത്തെ മധുരം ഇട്ടിട്ടുണ്ട്, എന്നാലും നമുക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മധുരം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു ദോശച്ചട്ടിയാണ് ഇവിടെ വെച്ചത്. നോൺ സ്റ്റിക്കിൻ്റെ തന്നെ വെക്കണം കേട്ടോ, കാരണം നമുക്ക് മറ്റേത് ചിലപ്പോൾ അങ്ങനെ സ്മൂത്തായിട്ട് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് നോൺ സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ഒരു തവി മാവ് എടുത്ത് ഇതുപോലെ ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ ഒരു 2 സെക്കൻഡൊക്കെ ആകുമ്പോഴേക്ക് തന്നെ നമുക്ക് ഈ ദോശ റെഡിയായി വരും. നല്ല ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തുകൊണ്ട് നല്ല പൊങ്ങി വരും, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. കണ്ടോ, ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അതുപോലെ നമുക്ക് എല്ലാ ദോശയും ഇതുപോലെ ചുട്ടെടുക്കാം. ഞാൻ പല സൈസിലാണ് കേട്ടോ അവിടെ ചുട്ടെടുക്കുന്നത്. ഒന്ന് മീഡിയത്തിൽ, ഒന്ന് കുറച്ച് നന്ന വലുപ്പത്തിൽ, പിന്നെ ഒന്ന് ചെറിയായിട്ട് ഉണ്ടാക്കി. എൻ്റെ ഏത് സൈസിൽ വേണമെങ്കിൽ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് വലുപ്പത്തിലാണ് രണ്ടാമത്തത് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. അപ്പം നമുക്ക് ഇതുപോലെ 2 ദോശ വേണം ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കുക. അതായത് നടുക്കിൽ ക്രീം വെച്ചിട്ട് 2 സൈഡും ഒട്ടിച്ചിട്ട് വെക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരേ വലുപ്പത്തിലുള്ള 2 എണ്ണം വേണം. അതിന് വേണ്ടിയിട്ട് അതുപോലെ നിങ്ങളെല്ലാം ചുട്ടെടുക്കുക. ഇത് ചുടുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്, ആ ചോക്ലേറ്റിൻ്റെയൊക്കെ സ്മെല്ല് നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ ഞാൻ എല്ലാം ഇതോടെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറേശ്ശെ ഒഴിച്ചിട്ട് കുഞ്ഞി കേക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളിഷ്ടം പോലെ നമുക്ക് ചെയ്യാം. ഇതുപോലെ 4 എണ്ണം വെച്ചിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ദോശയും ഇതുപോലെ ചുട്ടെടുക്കാൻ പോവുകയാണ്. ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. അടച്ച് വെക്കുമ്പോൾ അത് ബബിൾസ് ഇങ്ങനെ വന്നിട്ട് 2 സെക്കൻഡ് കഴിയുമ്പോഴേക്ക് തന്നെ ആവും. നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ, അപ്പോൾ കരിഞ്ഞു പോകും അടിഭാഗം. പെട്ടെന്ന് തന്നെ മറച്ചിട്ടിട്ട് എല്ലാം ഞാനിതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്രീമും റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പണിയുമില്ല, നമ്മൾ ദോശ എടുക്കുക, നടുക്കൽ ഈ ക്രീം വെച്ച് കൊടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്മെല്ലുള്ള ദോശയാണ് കേട്ടോ, കുട്ടികളൊക്കെ കഴിച്ചോളും. എന്നിട്ട് ഇതിങ്ങനെ മറച്ചെടുക്കുക, നല്ല സോഫ്റ്റാണ്. എന്നിട്ട് ഇതൊന്ന് മറച്ച് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഓരോന്നിനും ക്രീം വെക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ ക്രീം വെച്ച് ഉള്ളിൽ നന്നായിട്ട് ക്രീം ഇങ്ങനെ കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. പിന്നെ മക്കൾ വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയ സമയമായതുകൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടി വരും. ഇവിടെ മക്കൾക്ക് എപ്പോഴും എന്തെങ്കിലും കഴിക്കാൻ വേണമെന്നൊക്കെ പറയും. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ ഇങ്ങനെ വെച്ച് അടുത്ത ദോശ അതേ വലുപ്പത്തിലുള്ള ദോശ തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ വെച്ച് അടുത്തതും വെച്ച് ഇതുപോലെ എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത്ര പണിയൊന്നുമില്ല, എളുപ്പത്തിൽ നമുക്ക് ദോശക്കല്ലും കുറച്ച് മൈദപ്പൊടിയും കുറച്ച് കൊക്കോ പൗഡർ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കൊക്കോ പൗഡർ ഉണ്ടാവും. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള കൊക്കോ പൗഡർ തന്നെ മേടിക്കുക കേട്ടോ. അല്ലെങ്കിൽ ചില കൊക്കോ പൗഡറിൽ കല്ലിങ്ങനെ കടിക്കും. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള കൊക്കോ പൗഡർ തന്നെ മേടിക്കുക. എന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമ്മൾ ബട്ടറൊക്കെ വീട്ടിലധികം ഉണ്ടാവുമല്ലോ, ബട്ടർ ഒരു ചെറിയൊരു പീസ് ബട്ടർ മതി. പിന്നെ എന്താ ഒന്നും വേണ്ട, അധികമായിട്ടൊന്നും കാര്യമായിട്ടൊന്നും ഇതിലേക്ക് ആവശ്യമൊന്നുമില്ല. അത്ര തന്നെ കാര്യങ്ങൾ മാത്രം മതി. അപ്പോൾ നല്ലൊരു ഡോറ കേക്ക് കുട്ടിക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. പുറമേ നിന്ന് കേക്കൊക്കെ മേടിച്ചു കൊടുത്ത് കുട്ടിക്ക് വയറൊന്നും കേട് വരുന്നതിലും നല്ലത് ഇങ്ങനത്തെ കേക്കൊക്കെ ഉണ്ടാക്കി വീട്ടിൽ നിന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. നല്ലൊരു കാര്യമല്ലേ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ അടിപൊളി വീഡിയോസ് ഞാൻ എൻ്റെ വീഡിയോസിൽ ഓരോന്ന് യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാം ഒന്ന് കയറി കാണുക. കുട്ടികൾക്കുള്ള ഒരുപാട് ഐറ്റംസ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ സ്കൂൾ പൂട്ടി ടൈം ആയതുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് വെറൈറ്റി ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാവുന്ന ഓരോ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക. ഇനി ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. വളരെ സോഫ്റ്റാണ്. നമ്മളിതുപോലെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ ഇത് കട്ടായി വരും. കണ്ടോ, കട്ട് ചെയ്ത് വന്നിട്ടുണ്ടോ. എന്നിട്ട് ഉള്ളിൽ നല്ല ക്രീമായിട്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടിപൊളി വീഡിയോ ഞാൻ ഇനിയും കൊണ്ടുവരുന്നതാണ്. അതുവരേക്കും ബായ്.